വെണ്ടയ്ക്കയും കപ്പലണ്ടിയും വെച്ചിട്ട് നല്ല അട്ടാറൊരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ? അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക ഇതാണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് നിലക്കടല ചേർത്ത് കൊടുക്കാം, കടലമാവ് ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, ഇനി ഒരു 2 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി അതും ചേർത്തിട്ട് പിന്നെ ചേർക്കുന്നത് വലിയ ജീരകം അതും ചേർത്താണ്ട് ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇതുപോലെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമ്മൾ എടുത്ത് വെച്ച വെണ്ടയ്ക്കകത്ത് ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ മസാല ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ചെറിയ ജീരകം ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കുവേ ഇനി അതിലേക്ക് നമ്മുടെ സവാള ഒരെണ്ണം എടുത്ത് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് വഴറ്റി വരുമ്പോഴേക്കുവേ ഇനി അത് നമ്മൾ തേച്ച് വെച്ചേക്കുന്ന, അതായത് മസാല പുരട്ടി വെച്ചേക്കുന്നത് നമ്മുടെ വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. ഇനി അതിലേക്ക് ആ മസാലപ്പൊടി കുറച്ച് ബാക്കി വന്നതും ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി വീണ്ടും ഒന്നും കൂടെ അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് കൊടുക്കണം കേട്ടോ. എല്ലാം ചെയ്ത് ദാണ്ടേ ഇതുപോലെ ഒന്നങ്ങ് വേവിച്ചെടുക്കണം. ഇങ്ങനെ ഈ ഒരു സമയമാകുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഫൈനലി കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വെണ്ടയ്ക്ക മസാലയാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്ത് തന്നെ മനസ്സിലാക്കണം. നല്ല ടേസ്റ്റിയാണ്. വെണ്ടയ്ക്ക കഴിക്കില്ലെന്ന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആരും പറയില്ല കേട്ടോ. അപ്പം പൊളി ഐറ്റമാണ്. അപ്പം എങ്ങനെയാ, ട്രൈ ആക്കല്ലേ?